ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നല്ല മൊരാന്ന് പപ്പടം വറുത്തെടുക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതുപോലെ വീർത്ത് മൊരിഞ്ഞ പപ്പടം വറുത്തെടുക്കാനായിട്ട് ഇനി ഓവനോ കുക്കറോ ഉപ്പോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ പപ്പടം വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ചിലർക്കൊക്കെ പപ്പടം ഒത്തിരി ഇഷ്ടമായിരിക്കും, എന്നും കഴിക്കാൻ ആഗ്രഹവും ഉണ്ടാവും. പക്ഷേ എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്ന പപ്പടം എന്നും കഴിക്കാൻ എല്ലാവർക്കും പേടിയാണ്. വിറകടുപ്പിലെ കനലിലൊക്കെ ഇട്ട് ചുട്ടെടുത്ത പപ്പടമാണ് പണ്ടൊക്കെ രാത്രിയിലെ കഞ്ഞിക്ക് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ വിറകടുപ്പൊന്നും ഇല്ലാത്ത കാരണം പപ്പടം ചുട്ടെടുക്കാനും ഒരു നിവൃത്തിയും ഇല്ല. പിന്നെ ഓവനോ എയർ ഫ്രയറോ ഒക്കെ ഉണ്ടെങ്കിൽ പപ്പടം വറുത്തെടുക്കാം കേട്ടോ. പക്ഷെ അതില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ടിപ്പ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കുക്കറിലേക്ക് ഉപ്പിട്ടതിന് ശേഷം ആ ഉപ്പിലിട്ട് പപ്പടം വറുത്തെടുക്കുന്നത്. പപ്പടത്തിലോ ആവശ്യത്തിന് ഉപ്പുണ്ട്, പിന്നെ ഉപ്പിലിട്ട് വറുത്തെടുക്കുക കൂടി ചെയ്യുമ്പോൾ അതിന് ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. അവനോ എയർ ഫ്രയറോ ഉപ്പോ ഒന്നുമില്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം നമുക്ക് വറുത്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചേർക്കാതെ പപ്പടം വറുക്കാനായിട്ട് ഞാനിവിടെ 2 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെടുത്ത പപ്പടം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ച പപ്പടവും മുറിക്കാത്ത പപ്പടവും ഞാൻ വറുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം വറുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശത്തവ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചട്ടി സ്റ്റവിലേക്ക് വെച്ച് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ചട്ടിയിൽ നിന്നും ചെറിയ പുക വന്ന് തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ ആ മുറിച്ച് വെച്ച പപ്പടത്തിൽ നിന്നും 4-5 പീസ് എടുത്ത് ചട്ടിയിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ചട്ടിയിൽ നിരത്തിയിടാൻ പാകത്തിനുള്ള പപ്പടം മാത്രം ഇട്ടാൽ മതി. ദോശത്തവയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ പീസ് പപ്പടം ഇതുപോലെ നിരത്തിയിട്ട് വറുത്തെടുക്കാം. ചട്ടിയിലേക്ക് പപ്പടം നിരത്തിയിട്ടതിന് ശേഷം 2 സെക്കൻഡ് ഇത് അനക്കാതെ വെക്കണം. ഇനി ഇതെല്ലാം പപ്പട കമ്പി കൊണ്ട് മറിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ നമ്മുടെ പപ്പടം പൊള്ളച്ച് വരുന്നത്? എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് പൊള്ളച്ച് വരുന്ന പപ്പടം കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് ആവശ്യത്തിന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഇതുപോലെ പപ്പടം പൊള്ളച്ച് വരുന്നത് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. മുറിക്കാത്ത പപ്പടവും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. മുറിക്കാത്ത ഒരു പപ്പടം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചട്ടി നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ പപ്പടം ഇടാൻ പാടുള്ളൂ. 2 സെക്കൻഡ് അനക്കാതെ വെച്ചപ്പോൾ കണ്ടോ സൈഡൊക്കെ നന്നായിട്ട് പൊന്തി വരുന്നത്? ഇനി ഇതൊന്ന് തിരിച്ചിട്ട് വറുത്തെടുക്കാം. ചെറിയ കുഴിയുള്ള ചട്ടിയിലാണ് ഞാനിത് വറക്കുന്നത്, അതുകൊണ്ടാണ് പപ്പടത്തിൻ്റെ സൈഡ് മാത്രം പൊന്തി വന്നത്. ദോശത്തവയിലാണ് നിങ്ങൾ വറുക്കുന്നതെങ്കിൽ പപ്പടത്തിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് പൊന്തി വരും. എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയും ആയിരിക്കും. കൊളസ്ട്രോൾ വരുമെന്ന പേടിയോ ടെൻഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഇനി ആർക്ക് വേണേലും പപ്പടം ഇതുപോലെ വറുത്ത് കഴിക്കാം. അപ്പോൾ പപ്പടം സ്ഥിരമായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പേടിയും കൂടാതെ വെറും 1 മിനിറ്റ് കൊണ്ട് പപ്പടം വറുത്ത് കഴിക്കാനുള്ള അടിപൊളി ടിപ്പല്ലേ ഇത്? അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്